ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് DJI Mavic Mini 2ൻ്റെ നമ്മുടെ ആൾട്ടിറ്റ്യൂഡ് ലോക്ക് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും 15 മീറ്റർ മാത്രമാണ് ഇതിൽ നമുക്ക് മാക്സിമം ആൾട്ടിറ്റ്യൂഡ് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതിൻ്റെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് നമ്മൾ ചെയ്യുന്നത് ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ്. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേരാണ് ഡ്രോൺ ഹാക്സ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ നമ്മളൊരു ഇമെയിലും പാസ്വേഡും വെച്ച് ലോഗിൻ ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ഇമെയിലും പാസ്വേഡും എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇനി അടുത്തത് നോക്കാനുള്ളത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്ത ശേഷം അവിടെ ഡ്രോൺ ഹാക്സ് എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഡ്രോൺ ഹാക്സ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന പേജിൽ തന്നെ നമ്മൾ കയറുക. ആ ഒരു പേജിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും മെനു എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഒരു മെനു എന്നുള്ള ഓപ്ഷനിൽ DH കമ്പാനിയൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ എന്താണ് വേണ്ടത് എന്നുള്ളത് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ അടിയിലായിട്ട് പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ബൈ റെഗുലർ ലൈസൻസ് എന്നുള്ള ഓപ്ഷന്. അത് സെലക്ട് ചെയ്യാം. ഇനി നമ്മുടെ ഏതാണോ ഡ്രോൺ എന്നുള്ളത് സെലക്ട് ചെയ്യണം. നമ്മുടേത് ഇപ്പോൾ Mavic Mini 2 ആണ്. അപ്പോൾ ആ ഒരു Mavic Mini 2 സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ബൈ റെഗുലർ ലൈസൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യാം. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ എത്രയാണ് അതിൻ്റെ പേയ്മെൻറ്റ് എത്രയാണ് നമ്മൾ അടക്കേണ്ടത് എന്നുള്ളത് കാണാൻ പറ്റും. ഇവിടെ 40 യൂറോ ആണ് കാണുന്നത്. നമുക്ക് ഏകദേശം ഇന്ത്യൻ മണി 3500 സംതിങ് ഉണ്ടാവും. പ്രൊസീഡ് ടു ചെക്കൗട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഷിപ്പിംഗ് ഇൻഫോർമേഷൻസ് കൊടുക്കണം. നമ്മുടെ പേര്, ഡീറ്റെയിൽസ്, കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇവിടെ കൊടുക്കുന്ന ഇമെയിലും പാസ്വേഡുമാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഇമെയിലും പാസ്വേഡും ഒരിക്കലും മറന്നു പോകരുത്. ഇനി നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കുക. എന്നതിന് ശേഷം അടിയിലായിട്ട് കണ്ടിന്യൂ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ചെക്ക് ചെയ്യാനുള്ള ഒരു പേജിലേക്കാണ് നമ്മൾ പോവുക. അതൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെക്ക് ചെയ്ത ശേഷം സബ്മിറ്റ് ഓർഡർ എന്നുള്ളൊരു ഓപ്ഷൻ ഇവിടെ അടിയിലായിട്ട് കാണാൻ പറ്റും. അത് കൊടുക്കുക. അപ്പോൾ അത് കൊടുക്കുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് പേയ്മെൻറ്റിൻ്റെ പേജിലേക്കാണ്. ഇവിടെ നമുക്ക് നമ്മുടെ കാർഡ് ഉപയോഗിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കാർഡിൽ ഇൻ്റർനാഷണൽ പേയ്മെൻറ്റ് ഓൺ ആയിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഒരു പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. 40 യൂറോ ആണ് നമ്മളിവിടെ അടക്കേണ്ടത്. ഇത് ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇമെയിലും പാസ്വേഡും വെച്ചിട്ട് നമ്മുടെ ആ ആപ്പിൽ ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതെങ്ങനെ ഡ്രോൺ ഫ്ലൈ ചെയ്യാം, 15 മീറ്ററിന് മുകളിൽ ഫ്ലൈ ചെയ്യുക എന്നുള്ളത് നോക്കാം. ആദ്യം ഡ്രോൺ ഓൺ ചെയ്യുക. എന്നതിന് ശേഷം റിമോട്ട് കണക്ട് ചെയ്യുക. ഡ്രോണുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കിവിടെ ചോദിക്കും ഏതാണ് വേണ്ടതെന്ന്. DJI ഫ്ലൈ ആപ്പ് ഉണ്ട്, DH കമ്പാനിയൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ DJI ഫ്ലൈ ആപ്പ് സെലക്ട് ചെയ്യാം. എന്നതിന് ശേഷം ഗോ ഫ്ലൈ കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഈ ഒരു സെറ്റിങ്സിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 15 മീറ്റർ ആണ്. ഇപ്പോഴും മാറിയിട്ടില്ല. 15 മീറ്റർ മാത്രമേ ഇപ്പോൾ ഫ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിയാണ് നമ്മൾ ആ ഒരു ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. നമ്മളിത് ഡിസ്കണക്റ്റ് ചെയ്യുക. എന്നതിന് ശേഷം അതിന് തന്നെ ഒന്നുകൂടി പ്ലഗ് ചെയ്യുക. പ്ലഗ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ വരും ഏതാണ് വേണ്ടതെന്നുള്ള. അതിൽ നമ്മൾ DH കമ്പാനിയൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ ആ ഒരു ഇമെയിലും പാസ്വേഡും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ലോഗിൻ ആവുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. ഇനി ഇവിടെ ഒരു 500 മീറ്റർ ഹൈറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും സെറ്റിങ്സ് ആൾട്ടിറ്റ്യൂഡ് ലിമിറ്റഡ് ടു 500 മീറ്റർ ഡൺ. അപ്പോൾ അത് 500 മീറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു ആപ്ലിക്കേഷൻ ക്ലിയർ ചെയ്യാൻ പാടില്ല. ക്ലിയർ ചെയ്യാതെ തന്നെ ഒന്നുകൂടി കണക്ട് ചെയ്യുക. എന്നതിന് ശേഷം DJI ഫ്ലൈ ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ സെറ്റിങ്സിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇവിടെ 500 മീറ്റർ ആയിട്ടുണ്ട് ഹൈറ്റ്. ഇനി നമുക്കിതൊന്ന് ഫ്ലൈ ടെസ്റ്റ് നോക്കാം. 500 മീറ്റർ പോകുന്നുണ്ടോ എന്നുള്ളത്, 15 മീറ്ററിൻ്റെ മുകളിലായിട്ട് പോകുന്നുണ്ടോ എന്നുള്ളത് ഫ്ലൈ ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നമ്മുടെ ഡ്രോൺ ഇപ്പോൾ ഏകദേശം 100 മീറ്റർ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് 15 മീറ്ററിൻ്റെ മുകളിലേക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.